നമസ്കാരം. ആലത്തൂരിൽ നിന്ന് ജയിച്ച കെ രാധാകൃഷ്ണന്റെ ഒഴിവ് നികത്താനായി നടത്തുന്ന മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ ജനതാദളിന്റെ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ കസേര തെറിച്ചേക്കും. എച്ച്.ഡി. ദേവഗൌഡയുടെ നേതൃത്വത്തിൽ കർണാടകയിൽ ബി.ജെ.പിയുമായി കൂട്ടുചേർന്ന ജനതാദളുമായി ഇനിയും ഔദ്യോഗികമായി ബന്ധം വിടാത്തതാണ് കാരണം. ബന്ധം വിച്ഛേദിച്ചുവെന്ന് കേരള ഘടകം പറയുന്നുണ്ടെങ്കിലും അത് വെറും അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ആ ബന്ധം വിട്ടാൽ ഇവിടെ പുതിയ പാർട്ടി ഉണ്ടാകേണ്ടതാണ്. പ്രായോഗികമായി അത് എളുപ്പമല്ല. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ ഗൌഡയുമായും നേതാക്കളുമായും പ്രത്യക്ഷത്തിൽ അകലം പാലിക്കുകയും സ്വതന്ത്ര സംവിധാനമായി കേരളത്തിൽ ഒതുങ്ങിക്കൂടുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ രീതിയിൽ മുന്നോട്ടു പോകാൻ LDF പച്ചക്കൊടി കാണിച്ചിരുന്നു. അതിനിടെയാണ് ദളിനെയും ഗൌഡ കുടുംബത്തെയും ആകെ പിടിച്ചുലിച്ച ലൈംഗിക പീഡന കേസുകളിൽ ദേവഗൌഡയുടെ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണ ചെന്നുപെട്ടത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ വിദേശത്തേക്ക് കടന്ന പ്രജ്വൽ സമ്മർദ്ദം രൂക്ഷമായപ്പോൾ തിരിച്ചെത്തി പോലീസിനെ കീഴടങ്ങിയിരിക്കുകയാണ്. പ്രജ്വൽ മുങ്ങിയ ശേഷം അച്ഛനും MLA-യുമായ H.D. രേവണ്ണയും അറസ്റ്റിലായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാണംകെട്ട അധ്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കേസ്. ജനതാദൾ കേരള ഘടകത്തിലെ ശാക്തിക ബലാബലത്തിൽ ഏറ്റവും ഒടുവിൽ കൃഷ്ണൻകുട്ടി പക്ഷത്തിന് തുണയായി നിന്നത് ഗൌഡ കുടുംബമായിരുന്നു. അതിൽ തന്നെ ഇപ്പോൾ കേസിൽപ്പെട്ട പ്രജ്വൽ, അച്ഛൻ H.D. രേവണ്ണ എന്നിവരാണ് കേരളത്തിലെ കാര്യത്തിൽ സജീവമായി ഇടപെട്ടിരുന്നതെന്നും ആരോപണമുണ്ട്. അങ്ങനെയാണ് മികച്ച പ്രതിച്ഛായ ഉണ്ടായിരുന്ന മാത്യു ടി തോമസിനെ നീക്കി കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിയാകാൻ അവസരമൊത്തത്. ഇതിനായി സാമ്പത്തികമടക്കം പലവിധത്തിലുള്ള ഇടപാടുകൾ നടന്നതായി മുൻപ് തന്നെ പാർട്ടിക്കുള്ളിൽ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ പ്രബലമായി നിന്ന ദേശീയ നേതൃത്വത്തിനെതിരെ പ്രതികരിക്കാൻ പലരും പേടിക്കുകയും മിതഭാഷിയായ മാത്യു ടി തോമസ് മൗനം പാലിക്കുകയും ചെയ്തതിനാൽ വിവാദമൊന്നും പുറത്തേക്ക് വന്നില്ലെന്ന് മാത്രം. ഗൌഡ കുടുംബം ഉൾപ്പെട്ട കർണാടകയിലെ പീഡന കേസുകൾ നാൾക്കുനാൾ വഷളാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഉയർന്നു വന്നേക്കാമെന്ന അപായ സൂചനകൾ പല കേന്ദ്രങ്ങളിൽ നിന്നും LDF-നും CPM നേതൃത്വത്തിനും കിട്ടുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് ദൾ പ്രതിനിധിയായി മന്ത്രിസഭയിലുള്ള കൃഷ്ണൻകുട്ടിയെ മാറ്റി നിർത്താൻ ആലോചിക്കുന്നത്. ദേശീയ നേതൃത്വവുമായി ഔദ്യോഗികമായി തന്നെ ബന്ധം വിച്ഛേദിച്ച് പുതിയ പാർട്ടിയായി വന്നാൽ പരിഗണിക്കാമെന്നതാണ് ധാരണ. കർണാടകയിൽ ഭരണം കോൺഗ്രസിനാണ്. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാത്ത DK ശിവകുമാറാണ്. പ്രജ്വലിന്റെ കേസ് അതീവ ഗൗരവമായാണ് കർണാടക പോലീസ് ഇതുവരെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണ് നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് രാജ്യം വിട്ട് ജർമ്മനിയിലെത്തിയ പ്രജ്വലിനെ അത് റദ്ദാക്കി തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സാധിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണത്തിൽ ഇയാളുടെ രാഷ്ട്രീയമായും അല്ലാത്തതുമായ ബന്ധങ്ങളെല്ലാം പുറത്തു വരുമെന്ന് ഉറപ്പാണ്. JDS കേരള ഘടകത്തിലെ ആരെങ്കിലുമായി സാമ്പത്തികമോ അല്ലാത്തതോ ആയ ഏതെങ്കിലും ഒരു ഡീലിന്റെ വിവരം പുറത്തു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. സാധാരണ നിലയ്ക്ക് ഒരു പാർട്ടിയായി നിലനിൽക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും ദുരുദ്ദേശം സംശയിക്കേണ്ടതില്ല. എന്നാൽ BJP-യുമായി കൈകോർത്ത ദൾ ദേശീയ ഘടകവുമായി ബന്ധം വിച്ഛേദിച്ചുവെന്ന് പറഞ്ഞ കേരള ഘടകം നിൽക്കുമ്പോൾ ഇക്കാര്യത്തിൽ സാധാരണയിലും കവിഞ്ഞ സൂക്ഷ്മത ആവശ്യവുമാണ്. അത് JDS-നേക്കാളും ഇടതുമുന്നണിക്ക് പ്രധാനമാണെന്നും സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന ധാരണയാണ് ഉന്നത തലത്തിലുള്ളത്. ഇതിന് ഏറ്റവും പറ്റിയ സാഹചര്യം ഉടനടി നടക്കാനിരിക്കുന്ന മന്ത്രിസഭാ പുനഃസംഘടനയാണെന്നും നേതൃത്വം തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് JDS-ന്റെ ഏക മന്ത്രിയുടെ ഭാവി തുലാസിലാക്കുന്നത്. നൂറുകണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ച് പ്രജ്വൽ തന്നെ ചിത്രീകരിച്ച 3000-ഓളം വീഡിയോകൾ പുറത്തു വന്നതോടെയാണ് കർണാടകയിലെ വോട്ടെടുപ്പിന് തൊട്ടടുത്ത ദിവസം അയാൾ രാജ്യം വിട്ടത്. ജോലിക്കാരനും സന്നദ്ധ സഹചാരിയുമായിരുന്ന ആളാണ് വീഡിയോകൾ പുറത്തുവിട്ടത്. ഇതോടെ സ്വന്തം പാർട്ടിയുടെ വനിതാ നേതാക്കളും പോലീസുകാരും സാധാരണക്കാരുമടക്കം സ്ത്രീകൾ അപമാനഭാരത്താൽ നാട് വിട്ടുപോകുന്ന ദയനീയ സ്ഥിതിയായിരുന്നു പ്രജ്വലിന്റെ മണ്ഡലമായ ഹാസനിൽ ഉണ്ടായിരുന്നത്. സ്വന്തം വീട്ടിൽ ജോലിക്കുണ്ടായിരുന്ന അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ അടക്കം ക്രൂരമായി പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ ഉൾപ്പെട്ടിരുന്നു. പരാതിയുള്ളവർക്ക് അതുമായി മുന്നോട്ട് വരാൻ ധൈര്യം പകരാനും അവരുടെ മാനസികാഘാതം കൈകാര്യം ചെയ്യാനുമായി ഹെൽപ്പ് ലൈൻ സംവിധാനമടക്കം കർണാടക പോലീസ് തുടങ്ങിയിരുന്നു. ഇത്തരം ഒരു കേസിൽ വിദൂരമായെങ്കിലും ആക്ഷേപം കേൾക്കാനിടവരുന്ന സാഹചര്യം കേരളത്തിലെ LDF-ന് താങ്ങാവുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ മന്ത്രി കൃഷ്ണൻകുട്ടിയോട് ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ച സ്വന്തം പാർട്ടിക്കാരിൽ ഒരാൾക്കെതിരെ പോലീസിൽ പരാതി നൽകി കേസാക്കിയ മന്ത്രിയുടെ നടപടിയോടെയാണ് ഇതിന്റെ ചില സൂചനകൾ ഇടതു നേതാക്കളുടെ ശ്രദ്ധയിലേക്ക് വന്നത്. കൊല്ലത്തെ JDS നേതാവ് കൊട്ടിയം നൈസാമിനെ പ്രതിയാക്കി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഈ മാസം 22-ന് രജിസ്റ്റർ ചെയ്ത കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു.
നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.